വിവാഹം സംബന്ധിച്ച കത്തോലിക്ക പ്രമാണങ്ങൾക്ക് യാതൊരു മാറ്റവും ഉണ്ടായിട്ടില്ലെന്നും അജപാലനപരമായി നൽകുന്ന അനുഗ്രഹത്തെ കൗദാശികമോ ആചാരപരമോ ആയി കണക്കാക്കാനാകില്ലെന്നും വത്തിക്കാൻ വിശ്വാസ തിരുസംഘം അറിയിച്ചു. വിശ്വാസ കാര്യങ്ങൾക്കായുള്ള വത്തിക്കാൻ ഡിക്കാസ്ട്രി കഴിഞ്ഞ ദിവസം പുറത്തിറക്കിയ ഫിദൂച്ചിയ സപ്ലിക്കൻസ് എന്ന രേഖയെക്കുറിച്ച് ഉയർന്നുവന്ന വിവിധ പ്രതികരണങ്ങളുടെ പശ്ചാത്തലത്തിലാണ് വത്തിക്കാൻ പ്രസ്താവനയിലൂടെ വിശദീകരണം നൽകിയിരിക്കുന്നത്. കഴിഞ്ഞ ഡിസംബർ 18-നായിരുന്നു വത്തിക്കാൻ വിശ്വാസ തിരുസംഘം ക്രമവിരുദ്ധ അവസ്ഥകളിലുള്ള ദമ്പതികൾക്ക് ആശീർവാദം നൽകുന്നതിനെക്കുറിച്ച് പരാമർശിച്ചുകൊണ്ട് ഫിദൂച്ചിയ സപ്ലിക്കൻസ് എന്ന രേഖ പുറത്തുവിട്ടത്. ഇതേ തുടർന്ന് ഉയർന്നുവന്ന വിവിധ പ്രതികരണങ്ങളുടെ പശ്ചാത്തലത്തിൽ വിശ്വാസകാര്യങ്ങൾക്കായുള്ള വത്തിക്കാൻ ഡിക്കാസ്ട്രി അധ്യക്ഷൻ കർദിനാൾ വിക്ടർ മാനുവൽ ഫെർണാണ്ടസും സെക്രട്ടറി മോൺസിഞ്ഞോർ അർമാൻഡോ മാത്തേയോയും ഒപ്പിട്ട പുതിയ പത്രക്കുറിപ്പിൽ കൂടുതൽ വിശദീകരണങ്ങളുമായി പുതിയ ഒരു പ്രസ്താവന ജനുവരി 4-ന് പ്രസിദ്ധീകരിച്ചു. മുൻരേഖയിൽ വിശദീകരിച്ചിരുന്നതുപോലെ തന്നെ വിവാഹം സംബന്ധിച്ച് സഭയുടെ ഉദ്ബോധനത്തിലോ പ്രമാണത്തിലോ മാറ്റങ്ങൾ ഒന്നും ഉണ്ടായിട്ടില്ലെന്ന പ്രസ്താവന ഡിക്കാസ്ട്രി വീണ്ടും ആവർത്തിച്ചു. വിവാഹത്തിലൂടെ പുരുഷനും സ്ത്രീയും ഒരുമിച്ച് ചേരുന്ന ബന്ധത്തെയാണ് വിവാഹമെന്ന കൂദാശ എന്നതിലൂടെ സഭ എപ്പോഴും മുന്നോട്ട് വയ്ക്കുന്നതെന്ന് മുൻരേഖയുടെ ആമുഖത്തിന്റെ 4, 5, 11 ഖണ്ഡികകളിൽ വ്യക്തമാണെന്ന് ഡിക്കാസ്ട്രി ഓർമ്മപ്പെടുത്തി. ക്രമവിരുദ്ധ അവസ്ഥകളിലുള്ള പങ്കാളികളുടെ ബന്ധത്തെയല്ല സഭ ആശീർവദിക്കുന്നതെന്ന് ഡിക്കാസ്ട്രിയുടെ പത്രക്കുറിപ്പ് ആവർത്തിച്ച് വ്യക്തമാക്കി. ക്രമവിരുദ്ധ ബന്ധത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവരെ ആരാധനാക്രമപരമായോ ആചാരപരമായോ അനുഗ്രഹിക്കുക എന്നതല്ല അവർക്ക് നൽകാവുന്ന അജപാലനപരമായ ആശീർവാദം എന്ന ആശയമാണ് ഫിദൂച്ചിയ സപ്ലിക്കൻസ് കൊണ്ടുവന്നതെന്ന് വിശ്വാസ തിരുസംഘം ഓർമ്മിപ്പിച്ചു. ഇത്തരം ആശീർവാദങ്ങൾ ആരാധനാക്രമപരമായ ഘടനയില്ലാത്തതാണെന്നും ക്രമവിരുദ്ധമായ വിവാഹത്തെ അവ ന്യായീകരിക്കുന്നില്ലെന്നും പത്രക്കുറിപ്പ് വ്യക്തമാക്കി. ഇത്തരം അജപാലനപരമായ ആശീർവാദം നൽകുന്നത് സംബന്ധിച്ച് ഓരോ മെത്രാന്മാർക്കും തങ്ങളുടെ അജപാലന ഇടങ്ങളുടെ പ്രത്യേകതകൾ കണക്കിലെടുത്ത് വിവേചനാധികാരമുണ്ടെന്നും ഡിക്കാസ്ട്രി വിശദീകരിച്ചു. വ്യത്യസ്ത ഇടങ്ങളുടെ പ്രത്യേകതകൾ കണക്കിലെടുത്ത് അവ പ്രായോഗികമാക്കുവാൻ സമയം ആവശ്യമായി വന്നേക്കാം. എന്നാൽ ഇത്തരമൊരു പദ്ധതിയെ പൂർണ്ണമായി തള്ളിക്കളയുന്ന നയങ്ങൾ സ്വീകാര്യമല്ലെന്നും വിശ്വാസ തിരുസംഘം ഓർമ്മിപ്പിച്ചു. എന്നാൽ പാപ്പ അംഗീകരിച്ച് ഒപ്പിട്ട ഒരു പ്രഖ്യാപനത്തിൽ നിന്ന് വ്യത്യസ്തമായ ഒരു നയം മെത്രാൻ സമിതികൾ സ്വീകരിക്കാൻ പാടില്ലെന്നും പത്രക്കുറിപ്പിലൂടെ ഡിക്കാസ്ട്രി ഉദ്ബോധിപ്പിച്ചു. ദൈവസഹായം ആവശ്യപ്പെടുന്ന 2 വ്യക്തികൾക്ക് ഒരു ഇടയൻ നൽകുന്ന മറുപടി മാത്രമാണ് ഇത്തരത്തിലുള്ള ആശീർവാദം കൊണ്ട് സഭ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ടുതന്നെ ആരാധനാക്രമപരമായ ഒരു ചടങ്ങായി തെറ്റിദ്ധരിക്കപ്പെടുന്ന രീതിയിൽ ഇത് ഒരു രൂപതകളിലും നടത്താൻ മെത്രാന്മാർ ശ്രമിക്കരുതെന്നും മനസ്സിലാക്കേണ്ടതുണ്ട്. കൗദാശികമായ യാതൊരർത്ഥവും ഇത്തരം ആശീർവാദങ്ങൾക്കില്ലെന്ന് ഡിക്കാസ്ട്രി ചൂണ്ടിക്കാട്ടി. ഇന്റർനാഷണൽ ഡെസ്ക് ഷെക്കേന ന്യൂസ്. ഫ്രാൻസിസ് മാർപ്പാപ്പയും വിശ്വാസ തിരുസംഘവും വിവാഹത്തെക്കുറിച്ചുള്ള സഭയുടെ പരമ്പരാഗതമായ പ്രബോധനങ്ങളെ നിരാകരിച്ച് സ്വവർഗ വിവാഹത്തെ അംഗീകരിച്ചു എന്ന വിധത്തിലുള്ള വാദങ്ങൾ തീർത്തും വാസ്തവ വിരുദ്ധമെന്ന് KCBC ജാഗ്രതാ കമ്മീഷൻ. വിവാഹബന്ധത്തിന് മറ്റർത്ഥമില്ലെന്ന ഔദ്യോഗിക പ്രഖ്യാപനവുമായി കത്തോലിക്ക സഭയുടെ വിശ്വാസ തിരുസംഘം വാർത്താക്കുറിപ്പ് പുറപ്പെടുവിച്ച പശ്ചാത്തലത്തിലാണ് KCBC ഇക്കാര്യം വ്യക്തമാക്കിയിരിക്കുന്നത്. വിശ്വാസികളെ ഭിന്നിപ്പിക്കാനും ധാർമ്മിക കുടുംബ വിഷയങ്ങളിലുള്ള സഭയുടെ ശക്തമായ നിലപാടുകളെ അവഹേളിക്കാനുമുള്ള ഇത്തരം ശ്രമങ്ങളെ ജാഗ്രതയോടെ തിരിച്ചറിയുക തന്നെ വേണമെന്നും KCBC ജാഗ്രതാ കമ്മീഷൻ നിർദ്ദേശിച്ചു.